ഇതിന് മുന്നേ ഇറങ്ങിയ മണി ഹെയ്സ്റ്റ് എന്ന് പറഞ്ഞ മാസ്റ്റർ പീസ് വെബ് സീരീസിന്റെ സീക്വലായിട്ട് ഇറങ്ങിയ ഒരു സ്പിൻ ഓഫ് വെബ് സീരീസ് ആണ് ബെർലിൻ. ബെർലിൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, മുപ്പരാളെ ആ ക്യാരക്ടറിന്റെ ഒരു സ്റ്റാൻഡ് ലോൺ വെബ് സീരീസ് ആണ് ഈ പറഞ്ഞ ബെർലിൻ. അറിയാലോ ബെർലിൻ. അങ്ങനെ ഒരു ഹെയ്സ്റ്റും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പോൾ സീസൺ 1 പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ സീസൺ 2 എന്താവും, ഇതിന്റെ ഭാവി എന്താവും എന്നുള്ളത് പറയാൻ എനിക്ക് പറ്റൂല. അപ്പോൾ സീസൺ 1 എന്ന് പറയുന്നത് ഇമാതിരി ഒരു കൂതറ സാധനം ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു മണി ഹെയ്സ്റ്റിന്റെ ഇത്ര ക്യാരക്ടറിന്റെ സ്റ്റാൻഡ് ലോൺ സാധനം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണമൊന്നുമില്ല. പറയുമ്പോൾ ഒരു ഹെയ്സ്റ്റ് ആണ് എന്നൊക്കെ ഉണ്ട്, ഹെയ്സ്റ്റിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അതായത് മണി ഹെയ്സ്റ്റിൽ തുടക്കമുണ്ടല്ലോ, പ്രൊഫസർ വന്നിട്ട് ഒരു ടീം ബിൽഡ് ചെയ്യണമാണല്ലോ, അതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ബെർലിൻ വന്നിട്ട് ടീം ബിൽഡ് ചെയ്യണമൊക്കെ ഉണ്ട്. അങ്ങനെ ബിൽഡ് ചെയ്ത് എന്തിനേ ഏതോ ഇങ്ങനെ അത് ബെർലിന്റെ സ്ഥിരം സംഭവം. അത് ഈ കണ്ണി കണ്ട പെണ്ണുങ്ങളെ പിന്നാലെ നടക്കണേ, കല്യാണം കഴിഞ്ഞതാണോ അല്ലെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പെണ്ണുങ്ങളെ പിന്നാലെ നടക്കണേ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ് ബെർലിൻക്ക് ഇതിലും വരുന്നത്. അങ്ങനെ വന്നിട്ട് ഒരു മിഷനിലേക്ക് പോണതാണ്. എന്ത് മിഷനാണത്? അങ്ങനെ മിഷനിക്ക് പോകും, വരും വലിയ കാര്യത്തിലൊക്കെ പോകും. മേക്കിംഗ് ഒന്നും കുഴപ്പമില്ല, ഡയറക്ഷനും ഒന്നിനൊരു കുഴപ്പമില്ല, പക്ഷെ ഒന്നുമില്ല, നമ്മൾ പ്രതീക്ഷ ഒന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ മണി ഹെയ്സ്റ്റിലൊക്കെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഈ പേര് നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട്, ഡെൻവർ, ടോക്കിയോ, നൈരോബി, ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ഈ ക്യാരക്ടേഴ്സിന് വന്നിട്ടുള്ള ഇമ്പോർട്ടൻസും അവരെ ഈ പെർഫോമൻസും അതിക്ക് വരുന്ന ഉഗ്രൻ മേക്കിംഗ് ഒക്കെ കാരണം ആ പേരുകളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. എനിക്ക് പതിയിട്ട് ആരും പേര് ഓർമ്മയില്ല. നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും മിക്കവാറും 95% ഓഫ് യു പീപ്പിൾ ഇത് ഓർമ്മയിലിരിക്കൂല. കാരണം എന്താണെന്നറിയോ? ഒന്നുമില്ല. അതിങ്ങനെ ഇത് എന്തിനോ വേണ്ടി ഉണ്ടാക്കി വെച്ച സാധനം. ഒന്നുമില്ല. പറയുമ്പോൾ മേക്കിങ്ങിന്റെ ഡയറക്ഷൻ ഉണ്ട്, എന്താ നല്ല ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. ഇങ്ങനെ ഇരിക്കുക, ഒരു ഇമോഷനും ഇല്ല. ഒന്ന് ഇമോഷനൊക്കെ ഉണ്ടേ. ഇതിലൊരു സീൻ ഉണ്ട് കേട്ടോ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഈ ബെർലിന് ബിൽഡ് ചെയ്യുന്ന ടീമിൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു പെണ്ണും ആണും കൂടി പോയിട്ട് റേസിങ്ങിന് മത്സരിക്കും, കുട്ടികളല്ലേ. അപ്പോൾ ഇവർ ഫുൾ അണ്ടർ കവറിലാണ്. അണ്ടർ കവറിൽ നിൽക്കുമ്പോൾ രണ്ട് കുട്ടികൾ, ഹേസ്റ്റിന് വന്നിട്ടുള്ള രണ്ട് പോത്തോൾ പോയിട്ട് റേസിങ്ങിന് പങ്കെടുക്കും. ഇങ്ങനെ റേസിങ്ങിന് പങ്കെടുക്കുമ്പോൾ ഇവരിങ്ങനെ പോവും. റേസിങ് തുടങ്ങിയപ്പോൾ മേലെ ഈ പെണ്ണ് ഇങ്ങനെ നിൽക്കും, വണ്ടിൻ്റെ മേലെ കയറിയിട്ട് ടർക്കി പോലത്തെ ഒരു ടവൽ പോലത്തെ ഒരു സാധനം ഇങ്ങനെ നിൽക്കും വണ്ടി സൂര്യ പോകുമ്പോൾ. എന്തിന് പോട്ടെ, എന്തിനപ്പം അങ്ങനെ നിൽക്കണ്, എന്തെങ്കിലും ആവട്ടെ. എന്നിട്ട് അങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്യും, റേസിങ് നടന്നിട്ട് പെണ്ണ് കാര്യം. എന്തിന്, നമ്മളെ എക്സ് ബോയ് ഫ്രണ്ട് വിളിക്കും. അപ്പോൾ മിസ് കോൾ കാണുമ്പോൾ അവൾ കാര്യം ആ റേസിങ് അങ്ങനെ മൊത്തത്തിൽ കൊളാവും. അവിടെ നിന്നൊരു കുറച്ച് പാസ്റ്റ് പറിച്ചിട്ട് അങ്ങനെ ഫുള്ള് പാസ്റ്റിൻ്റെ 5-6 കളി, അത് മാത്രം. അങ്ങനെ ഒരു വൃത്തിക്കെട്ട രീതിയിൽ ഒന്നുമില്ല. ശരിക്കും ബെർലിൻ എന്ന് പറഞ്ഞ ഈ വെബ് സീരീസിൻ്റെ പേര് എഴുതി കാണിക്കുന്ന സമയത്ത്, ടൈറ്റിൽ എഴുതി കാണിക്കുന്ന സമയത്ത് എൻ്റെ മേലെ മണി ഹെയ്സ്റ്റ് എന്ന് ചെറുതായിട്ട് എഴുതി കാണിക്കണം. മണി ഹെയ്സ്റ്റ് എന്ന് എഴുതാനുള്ള ഒരു അർഹതയും ഈ വെബ് സീരീസിന് ഇല്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വെറുതെ കണ്ണി കണ്ട പെണ്ണുങ്ങളെ പിന്നാലെ നടക്കുക, അതേപോലത്തെ ഇങ്ങനെ റേസിങ്ങിന് പോവുക, റേസിങ്ങിന് പോയിട്ട് ഇങ്ങനത്തെ ഓരോ കോമാളിത്തരം അവിടെ പോയിട്ട് കാട്ടുക, എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുക, എന്നിട്ട് പിന്നെയും തിരിച്ചു വരിക. അങ്ങനെ കൂടി ത്രില്ലിംഗ് മൊമെന്റ്സ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇല്ല സാധനം 2-3 സ്ഥലങ്ങളിലുള്ളൂ ഇറങ്ങിയത്ര. അപ്പോൾ കണ്ടിട്ട് കുറച്ചായി. ഇപ്പോൾ ബ്രഹ്മയുഗത്തിൻ്റെ ഇതും മറ്റേ ടൊവിനോൻ്റെ സിനിമയൊക്കെ ഇറങ്ങിയോണ്ട് എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ മൊത്തത്തിൽ ഒന്നും ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത കുറേ ക്യാരക്ടേഴ്സ്, ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത കുറേ സീനുകൾ. അതുകൊണ്ട് ത്രില്ലിംഗ് മൊമെന്റ്സ് എന്ന് ഡയറക്ടർ ഉദ്ദേശിക്കണോടത്ത് നമുക്ക് ത്രില്ല് ആവുന്നുണ്ട്. പക്ഷേ അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. 2-3 സ്ഥലങ്ങളിൽ മാത്രം ഇതേപോലത്തെ ഒരു വെബ് സീരീസിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമുണ്ട. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമിയോ റോൾ ഉണ്ട്. ക്യാമിയോ റോൾ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സീസണിലത്തെ ലാസ്റ്റ് വരുന്ന സമയത്ത്, ലാസ്റ്റത്തെ എപ്പിസോഡിലില്ല, അതിൻ്റെ ലാസ്റ്റ് എത്തുന്ന സമയത്ത് മണി ഹെയ്സ്റ്റിലുള്ള 2 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് വന്നതിൻ്റെ ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ വെബ് സീരീസ് അവസാനത്തെ 15 മിനിറ്റിൽ പോകേണ്ടത് മാറ്റി. അതന്നെ ഉള്ളൂ, ഇങ്ങോട്ട് പറയാൻ അതന്നെ ഉള്ളൂ. കാരണം അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാണാത്തവരാണ് ഈ റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആരാന്ന് പറഞ്ഞാൽ സ്പോയിലർ ആയിരിക്കും. അപ്പം അങ്ങനെ കൂടി ഒരു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു സാധനം ഇത്. എന്നിട്ട് അങ്ങനെ ഇതിൻ്റെ 2ാമത്തെ സീസൺ ചിലപ്പോൾ രസം ഉണ്ടാവും. കാരണം ഇപ്പം ഞാൻ പറഞ്ഞ ഈ 2 ക്യാരക്ടേഴ്സ് 2ാമത്തെ സീസണിൽ വരും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ രസം ഉണ്ടാവും. ഒരു ക്യാറ്റ് ആൻഡ് മൗസ്, നമ്മളെ മണി ഹെയ്സ്റ്റിൽ കണ്ടിട്ടുള്ള സാധനങ്ങൾക്ക് ചിലപ്പോൾ അത്രയും രോമാഞ്ചം തരുന്ന സാധനങ്ങളൊക്കെ സീസൺ 2 വരുന്നുണ്ട്. പക്ഷേ സീസൺ 1 ഇങ്ങനെ അല്ലായിരുന്നു പോകേണ്ടിയിരുന്നത്. കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റോട് കൂടി പോകണമെങ്കിൽ. ഈ പറഞ്ഞ മണി ഹെയ്സ്റ്റിന് വന്നിട്ടുണ്ടല്ലോ ആദ്യത്തെ സീസണൊക്കെ, അതിങ്ങനെയാണോ പോയത്? അപ്പം അങ്ങനെയൊക്കെ കൂടി ഇത് ഇങ്ങനത്തെ ഒരു സാധനത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം കുറച്ചും കൂടി എൻഗേജിങ് ആക്കിയിട്ട് ഇവർക്ക് എടുക്കുകയായിരുന്നു. കാരണം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ മണി ഹെയ്സ്റ്റിലും ഇതിലും വരുന്ന പ്ലോട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒന്നാണ്. അതിലിപ്പോൾ ഈ പ്രൊഫസർ വരുന്ന ടീം ബിൽഡ് ചെയ്യുന്നു. പക്ഷെ അതൊക്കെ ബാങ്ക് കഴിഞ്ഞിരിക്കണം മണി ഹെയ്സ്റ്റിൽ. പെട്ടെന്ന് ഇവരെ ഹെയ്സ്റ്റിന് പോകണം. ഇതില്ല, ഹെയ്സ്റ്റിന് പോയിട്ട് പെണ്ണുങ്ങളെ ഇന്നലെ നടക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്? ബെർലിൻ്റെ
ബെർലിനൊക്കെ ഈ മണി ഹേസ്റ്റിൽ ഒക്കെ നല്ല രീതിയിൽ പെർഫോമൻസിൻ്റെ ഇതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അതൊന്നും ഇല്ല, ഒരു കാലി സാധനം. ഇങ്ങനെ ഏതോ പെണ്ണിൻ്റെ ബെർലിനെ ഒരു കല്യാണം കഴിഞ്ഞാൽ ഏതോ പെണ്ണിൻ്റെ പിന്നാലെ നടക്കണം അറിയില്ല മുക്കാ ഭാഗം. എല്ലാത്തൊരു അവൻ്റെ ചിരിയും കാട്ടലും അയ്യോ. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒന്നും വെറുത്ത് എന്ത് വേസ്റ്റിനാണ് ഇവർ പോകുന്നത്? വേസ്റ്റിനാ പെണ്ണുങ്ങളെ പിന്നാലെ നടക്കണം അവർ പോകുന്നത്. സത്യത്തിൽ എന്തിനാ അവർ പോകുന്നത്? അങ്ങനൊക്കെ കൂടി എന്തിനോ വേണ്ടി നടക്കണ സാമ്പാർ നടക്കുകയും അതൊരു എപ്പിസോഡിൻ്റെ സമയമാണ് 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെയാണ്. എന്തിന് ഫാസ്റ്റ് വരണ്ടേ? ഇതിൻ്റെ പേര് എക്സ് ബോയ് ഫ്രണ്ട്, ഇപ്പോൾ ഉള്ള അവരെ ബോയ് ഫ്രണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഓരോ മിഷനിക്കൊക്കെ പോകുമ്പോൾ അവിടെ ഓരോ പെണ്ണുങ്ങൾ, ഈ പെണ്ണുങ്ങളെ കാട്ടനെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലല്ലേ അയ്യോ നിങ്ങൾ കണ്ടു ഞാൻ മനസ്സിലാവും. ഒരു ഇതുമില്ല ഇങ്ങനെ ഇരുത്തം ഒന്നും പറയാനില്ല. ഇപ്പോൾ എടുത്തെടുത്ത് ഓരോന്ന് ഞാൻ ഇതിന് മുന്നത്തെ റിവ്യൂകളിലൊക്കെ ഞാൻ ഓരോ വെബ് സീരീസ് ആണ് ഇതൊക്കെ പറയും. ഇതിലൊന്നും ഇല്ല പറയുന്നത്. അപ്പം അതന്നെ ഒന്നും ഇല്ലാത്തൊരു വെബ് സീരീസ്. പക്ഷേ സീസൺ അതിൻ്റെ അവസാനത്തിൽ എത്തുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സീസൺ 2 നല്ല രീതിയിൽ, അതായത് മണി ഹേസ്റ്റിൻ്റെ ആ ലെവലിലേക്ക് ഉയരാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ്. ഞാൻ ഇപ്പോൾ ചെയ്യുമോ എന്നുള്ളത് കാണണം. ഭയങ്കര മോശമായിപ്പോയി ഇത് ഇങ്ങനത്തെ ഒരു വെബ് സീരീസ് എടുത്തത്. ഇത് സെയിം ടീം, അതാണ് മണി ഹേസ്റ്റിൻ്റെ സെയിം ടീം, സെയിം ഡയറക്ടറും കാര്യങ്ങളാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. ബട്ട് മണി ഹേസ്റ്റിൻ്റെ ഇത് വരുമ്പോൾ അങ്ങനെ തന്നെ ആവുമല്ലോ വീട്ടിലുണ്ടാവുക. അപ്പം അങ്ങനെയൊക്കെ കൂടി എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ സാധനത്തിൽ അതാണ് കഴിഞ്ഞ്. അങ്ങനത്തെ ഒരു വെബ് സീരീസ് ബെർലിൻ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ പിന്നാലെ നടക്കുക. അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ വലിയൊന്നും അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറേ വിഹിതം, അങ്ങനെ അവിടെ നിന്ന് പിന്നെ ചുറ്റും കുറച്ച് സ്റ്റോറി ഉണ്ട്, ഒക്കെ പ്രൊഡിക്റ്റബിൾ ആണ്. പിന്നെ ത്രില്ലിംഗ് ഒക്കെ ഇതിൽ. പിന്നെ പ്രൊഫസറിൻ്റെ വാച്ചായാലൊരു ചങ്ങായി ഉണ്ട്. ആ ചങ്ങായി ഇതിൽ പ്രൊഫസറിന് അതേ പ്രൊഫസർ ഈ വെബ് സീരീസ് ഉണ്ട് വിചാരിച്ച്. മുപ്പയാൾ പ്രൊഫസറല്ല, വേറെ ഏതോ ക്യാരക്ടറാണ്. ഇവരിങ്ങനെ ഇയാൾ കുറച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് ആവും. ഡിവോഴ്സ് അല്ല, ഇവർ ബ്രേക്ക് എന്നാണല്ലോ പറയാം. പിന്നെ ബ്രേക്ക് എടുക്കുകയാണ്. അതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. എവിടെ ഹേസ്റ്റാണ് മക്കളെ നിറഞ്ഞു തോന്നുന്നത് ഇവർ പകുതിച്ചിട്ട്. പിന്നെ ഓർമ്മ വരുമ്പോൾ അത് ഹേസ്റ്റ് ആണല്ലോ അല്ലേ എന്ന് പറഞ്ഞിട്ട് 3-4 സാധനങ്ങൾ ത്രില്ലിംഗ് മൊമെന്റ്സ്, അത് ത്രില്ലിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് വേറെ കാര്യം. പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് ക്ലച്ച് പിടിച്ച് പോയാൽ മതിയെന്ന്. നമുക്ക് പാസ്റ്റൊക്കെ വൻ ശോകം. ഇതിലൊക്കെ മണി ഹേസ്റ്റിലും കാണിച്ചിരിക്കുന്നത് പാസ്റ്റൊക്കെ. ഇതെന്ത് പാസ്റ്റാണ്? അതിനൊക്കെ കൂടി ഒരു രീതിയിലും എൻ്റർടൈൻ ചെയ്യാത്ത അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ഒന്ന് പണ്ടടയ്ക്കാൻ മതി എന്നുള്ള രീതിയിൽ പോണ ഒരു വെബ് സീരീസ്. ഇപ്പോൾ വെബ് സീരീസ് കൂത്തറ സാധനത്തിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഇതൊക്കെയാണ്. ഒന്നുമില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ അല്ല, തന്നെയാണ് സാധനം. ഇതന്നെ ഉള്ളൂ. പിന്നെ വേറെ മറ്റേ നമുക്ക് ഇതിൽ ടെക്നിക്കൽ വശങ്ങളൊക്കെ നോക്കണമെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവണ്ടേ? ഇവർക്ക് എന്താ ഉദ്ദേശിക്കണം പോലും മനസ്സിലായിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ കൂടെ പോയൊരു വെബ് സീരീസാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും. ചിലപ്പോൾ ഞാൻ പറഞ്ഞ സാധനമൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. കാരണം പല ആൾക്കാർ ആവറേജ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടപ്പോൾ ഒരു ചേമ്പും തോന്നിയില്ല. എന്താപ്പോൾ ചെയ്യുക, എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് വെബ് സീരീസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നിങ്ങൾ വെബ് സീരീസ് കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ദിസ് ഇസ് സാക്കിബ് ടോക്സ് സൈനിങ് ഔട്ട്.